ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു കട്ടിപ്പത്തിരി റെസിപ്പിയുമായിട്ടാണ്. അതിനാദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം വെക്കുക. പാകത്തിന് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പും അതുപോലെ ഓയിലും ആഡ് ചെയ്യുക. എന്നിട്ട് ആ പാത്രം മൂടി വയ്ക്കുക. പാത്രം എന്തിനാണ് മൂടി വെക്കണേ? വെള്ളം തിളയ്ക്കാൻ. എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ മൂടി തുറന്ന് റൈസ് പൗഡർ, നല്ല അരിപ്പൊടി ആഡ് ചെയ്യുക. ഒരു പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. എന്നിട്ട് ആ പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കടയിൽ നിന്ന് വാങ്ങണ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ടിപ്പത്തിരി ഉണ്ടാക്കാം. നൈസ് പത്തിരി പോലെ തന്നെയാണ് കട്ടിപ്പത്തിരി. പക്ഷേ നൈസ് പത്തിരി എന്താണ്, നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നൈസായിട്ട് പരത്തിയെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. വലിയ വലിയ ബോളുകളാക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അങ്ങനെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു കുറച്ച് ടൈം അതൊന്ന് വേവാൻ വെക്കണം. കുറച്ച് സെക്കൻഡ് മതിയേ. ആ പൊടി വേവുന്ന ടൈം കൊണ്ട് നമുക്കത് മൂടി വെക്കുക. എന്നിട്ട് അത് ഇറക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ അത് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെങ്കിൽ കൈ പൊള്ളും. ഈ ചൂടോടെ കുഴക്കാൻ കഴിയുന്നവർക്ക് കുഴക്കാം കേട്ടോ. പക്ഷെ എനിക്കൊന്നും കഴിയില്ല, എൻ്റെ കൈ പൊള്ളും. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, തേങ്ങ ചിരവിയെടുക്കും. തേങ്ങ ചിരവണ സമയം കൊണ്ട് അത് ചൂടാറിയിട്ടുണ്ടാവും. അങ്ങനെ ആ തേങ്ങ ചിരവി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനിടയിൽ ഷോനു ബേബിൻ്റെ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയൂല. അങ്ങനെ തേങ്ങ ചിരവി എടുത്ത് അതിലേക്കിടും. അപ്പോൾ ബാക്കിൽ വന്ന് ഷോനു ബേബി വലിക്കുന്നുണ്ടാവും. അപ്പോൾ അവനെ ഒന്ന് മാറ്റണം. അങ്ങനെ ഞാൻ ആ തേങ്ങയും അരിപ്പൊടിയും കൂടി മിക്സ് ആക്കുകയാണ്. പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം ബോളാക്കിയിട്ട് മാറ്റുക. ഈ രൂപത്തിലാക്കിയിട്ട് മാറ്റണം. നന്നായി കുഴച്ചാൽ കട്ടിപ്പത്തിരി ഉഷാറാവും കേട്ടോ. നൈസ് പത്തിരി ആകുമ്പോൾ ഒന്നും കൂടെ ചെറിയ ബോളാവും. ഇത് തേങ്ങ ഇട്ടിട്ടാകുമ്പോൾ നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അതിനിടയിൽ ഫോണൊന്ന് വലിച്ചതാ ഷോനു ബേബി. ഇപ്പോൾ ക്യാമറ ഒന്ന് തിരിഞ്ഞുപോയി. അങ്ങനെ ഞാൻ പലക എടുത്തിട്ടൊക്കെ നല്ല റെഡിയായി പരത്താനും. പിന്നെ തോന്നിയില്ല, ടൈമില്ല, നമുക്ക് നമ്മുടെ പ്രസ് തന്നെ എടുക്കാം. അപ്പോൾ ഞാനതാ പ്രസ് എടുക്കണു. പ്രസ് എടുത്തിട്ട് അമർത്തുകയാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ എന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഈ പ്രസ്സൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ വീട്ടിൽ അവിടെ നമ്മൾ കയ്യിൽ തന്നെ അമർത്തി എടുക്കണം. എന്നിട്ട് പൊടിയെണ്ണിൻ്റെ ഇല ഉണ്ടാവും. എന്താ എല്ലാ നാട്ടിലും പറയാമെന്നറിയില്ല. ഇവിടെ പൊടിയെണ്ണിൻ്റെ ഇല ഉണ്ട്, അവിടെ പൊടിയെണ്ണിൻ്റെ ഇല എന്ന് പറയും. ഇവിടെ അതിൽ ഞാൻ പരത്തിയെടുക്കലുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പെട്ടെന്നുള്ള പണിയാണ്. പ്രസ്സിലെടുത്ത് അമർത്തിയെടുത്തുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. പലകയും കുഴലൊക്കെ എടുത്തിരുന്നു കേട്ടോ പരത്തിയെടുക്കാനും. പിന്നെ ടൈമില്ലാത്തതുകൊണ്ടാണ്, പിന്നെ കുറച്ച് മടിയുണ്ട്. അങ്ങനെ ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങി. തവ അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. ഷോനു ബേബിനോട് വെച്ചിട്ടുണ്ട്. മദ്രസയിൽ പോയോല് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ അവർ വന്നാൽ പിന്നെ ഒരു കോലാഹലമാണ്, സൗണ്ട് ബഹളങ്ങളാണ് അവിടെ. ആകെ പിന്നെ പറയണ്ടല്ലോ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടാണ്. അപ്പോൾ ഷോനു ബേബി വേക്കുന്ന വലിക്കൽ തുടങ്ങി. ഷോനു ബേബിനെ മാറ്റാൻ. അപ്പോൾ അതിന് എൻ്റെ ഷോനു ബേബിൻ്റെ ദീദിയും കാക്കും വന്നു. അവരും ഉണ്ടാകും അവരെ കൂടെ വലിക്കാനും അവനെ മാറ്റാനും ഇരുത്താനും. എന്നാലും മൂന്നാളും കൂടി അവിടെ കിടന്നിങ്ങനെ ആകെ കൂടിയാടും. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിപ്പത്തിരി റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഈ കട്ടിപ്പത്തിരി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.